ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അലീനേനെ വിളിച്ചിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ, രാവിലെ നടന്നതൊക്കെ വിട്ട് കളയാൻ വേണ്ടിയിട്ട്. അതൊക്കെ മറക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. നിൻ്റെ മാനസികാവസ്ഥ എന്തെന്നും നീ എത്രത്തോളം അപമാനിക്കപ്പെട്ടെന്നും എനിക്ക് മനസ്സിലായി. എന്തായാലും നീ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അപ്പോൾ നല്ല ഉത്തരവാദിത്വം വേണം. എൻ്റെ കാര്യത്തിലായാലും എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും. എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അതിലൊരു പങ്ക് നിനക്കും ബ്രിജിത്താമ്മയ്ക്കും ഉണ്ട്, മനുവിനും കുഞ്ഞിരാമ മേനോനും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ ആകെ അന്തിച്ചു പോവാണ് കേട്ടോ. ഇവരെന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ പറയും, ഒരുപാട് ദൂരം നമ്മൾ നടന്നുപോയി, ഇനിയും ഒരുപാട് ദൂരം നടക്കാണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല മോളെ. ഞാൻ ഒരിക്കലും മനുഷ്യനൊന്നല്ല, കുഞ്ഞായി പിച്ച വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ജീവിതം എങ്ങും എത്താത്ത ഒരു സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന അങ്ങ് കരഞ്ഞു പോവാൻ കേട്ടോ. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, എനിക്കിതിൽ നിന്നൊന്ന് കരകയറണം, നിനക്കും അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ നേരെ കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലൂട്ടോ. എന്നിട്ട് കൃഷ്ണയോട് ചോദിക്കും, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലല്ലോ, അതെന്ത് പറ്റി? അലീനയ്ക്ക് ടെൻഷനാണെന്ന് വിചാരിക്കാം, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയും, എനിക്കൊന്നിനും മനസ്സ് തരുന്നില്ല അച്ഛാ, നമ്മളിനി തിരിച്ചു തന്നാൽ എന്താവും എന്നാ എൻ്റെ ചിന്ത എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചു നേരം ഗാർഡനിലൂടെ സഞ്ചരിക്കാന്ന് പറഞ്ഞിട്ട് അലീനയും കൃഷ്ണമോളെയും വിളിച്ചിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോവാണ്. അതേസമയം നമ്മുടെ മനു വന്നിറങ്ങുന്നുണ്ട് കേട്ടോ, ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രഞ്ജു പറയും, മനു ഏട്ടാ, കടപ്പാട്ടൂർ ഇന്നൊരു സംഭവം ഉണ്ടായി, ഉള്ളിലേക്ക് ചെല്ല് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ മനു അങ്ങ് ചെല്ലാണ് കേട്ടോ. ആ സമയത്ത് കൊച്ചച്ഛൻ വിളിക്കും, മനുവിനെ എന്താ വിളിച്ചിട്ട് കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ മനു പറയും, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഡെമോ കാണിക്കേണ്ടത് ഈ മൊബൈലിലായിരുന്നു, അപ്പോൾ കോൾ വന്നാലൊന്നും ശരിയാവില്ലെന്നേ, ഫ്ലൈറ്റ് മോഡിൽ ആക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് അത് റെഡി ആക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കൊച്ചച്ഛൻ പറയും, ഞാനും ഹരിയും കൂടെ ഇന്ന് കടപ്പാട്ടൂർ പോയിരുന്നു. ഓ, ഹരിയും പോന്നിരുന്നു. അവനെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ അങ്കിളിന് സന്തോഷമായിട്ടുണ്ടാവുന്ന ഒരു ചിരിയോട് കൂടിയിട്ട് നമ്മുടെ മനു പറയുമ്പോൾ ഹരിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കാട്ടോ. അല്ല, എന്നിട്ട് അലീനയെ പുറത്താക്കിയോ എന്ന് ചോദിക്കാൻ കേട്ടോ മനു ചിരിച്ചുകൊണ്ട്. അപ്പോൾ പറയും, അലീനയൊക്കെ പിടിച്ച് പുറത്താക്കി, ഞങ്ങൾ ഹാളിൽ നിന്ന് വലിച്ച് റോഡിലറ്റം കൊണ്ടുപോയി റോഡിലേക്ക് തള്ളിയിട്ടു. ഇവനും രോഹിയും കൂടെ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ മനുവിന്റെ ഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ബാലേന്ദ്രൻ അങ്കിൾ ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി നോക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാളോട് പറഞ്ഞ്, അയാളുടെ സൈനൊക്കെ മേടിച്ച് ചെയ്യേണ്ട പ്രവൃത്തിയൊന്നല്ലല്ലോ ഇതെന്ന് പറയാൻ കേട്ടോ കൊച്ചച്ഛൻ. അപ്പോൾ ബാലേന്ദ്രൻ അങ്കിൾ ഒന്നും അറിഞ്ഞതേ ഇല്ല. ഓ, അയാളൊക്കെ അറിഞ്ഞു. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അയാൾ വണ്ടി എടുത്ത് അവളുടെ പിന്നാലെ പോയി. ഇതായിരുന്നോ കൊച്ചച്ഛൻ പറഞ്ഞ ഇറക്കി വിടലേ, വൈജയ്ക്കത് മതി, അപ്പൊ നമുക്കും അത് മതിയല്ലോ എന്ന് പറയണേ. അപ്പൊ മനു പറയും, നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടിയേ, ഇത് ശത്രുക്കളാക്കാനുള്ള തീരുമാനത്തിലേ എത്തിക്കത്തുള്ളൂ. അപ്പോ നമ്മുടെ കൊച്ചച്ഛൻ പറയും, നീ എന്തൊക്കെയാടാ മനു ഈ പറയുന്നേ, അതെങ്ങനെ ശത്രു ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്കിള് വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അലീനയും കൊണ്ട് തന്നെ തിരിച്ചു വരത്തുള്ളൂ, അങ്കിള് വേണമെങ്കിൽ കുറിച്ചു വെച്ചോ എന്ന് പറയാൻ കേട്ടോ മനു. അപ്പോഴേക്കും നമ്മുടെ കമല വന്നിട്ട് പറയും, അതിന് ബാലേന്ദ്രൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, കൃഷ്ണജി ഉണ്ടല്ലോ കൂടെ എന്ന് പറയുമ്പോൾ അങ്കിൾ അവളെയും കൂട്ടിയിട്ട് പോയോ എന്ന് ചോദിക്കണേ. അവളെയും കൂട്ടി പോയതല്ല, അവള് ബാലേന്ദ്രൻ പോകുന്ന വണ്ടിയിൽ ചാടി കയറിയിരുന്നതെന്ന് പറയണേ. അപ്പോൾ മനു പറയും, കൊച്ചച്ഛൻ വിചാരിക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാം സക്സസ്ഫുൾ ആയെന്നാണോ? അതിലെന്താ സംശയം, അട്ടർ ഫെയിലിയർ ആയിരുന്നു, ഒരു ചെറിയ കുരുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാനത്ത് കൊച്ചച്ഛൻ മുറുകി വരിഞ്ഞ് ഒരുപാട് കുരുക്കുള്ള കൂരാ കുരുക്കാക്കി മാറ്റി. അയാൾ അവളെയും കുട്ടി വരട്ടടാ, വൈജയോട് ഞാൻ പറഞ്ഞിട്ട് ഗേറ്റ് പൂട്ടിയിടാൻ, അങ്കിളിന്റെ വീടിന്റെ ഗേറ്റ് തുറക്കാൻ കൊച്ചച്ഛന്റെ അനുവാദം അങ്കിളിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ മനു. എന്തൊക്കെ അബദ്ധങ്ങളാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയത്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് റൂമിലോട്ട് പോവാൻ കേട്ടോ മനു. എന്നിട്ട് മനു പോണ വഴിക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോ, അലീനയെ എടുത്ത് ശൂന്യാകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞൊന്ന് കൊച്ചച്ഛൻ വിചാരിക്കണ്ട, അവള് ബൂമറാങ്ക് പോലെ തിരിച്ചിങ്ങ് വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കൊച്ചച്ഛൻ ആകെ സ്തംഭിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസത്തിനായിട്ട് നമ്മുടെ ഹരി വന്നിട്ട് പറയും, കൊച്ചച്ച അയാൾ അങ്ങനെയൊക്കെ പറയും, കൂറെ ബാലേന്ദ്രൻ ഞങ്ങളോടും അലീനയോട് അത് അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ രാജീവിനൊരു ചെറിയ സമാധാനം കിട്ടൂട്ടോ. പിന്നീട് നേരെ മനു റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയെ. ആദ്യം മുത്തശ്ശിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല, പിന്നീട് ഒന്നുകൂടെ വിളിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഫോൺ എടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അല്ലാതെ ഇങ്ങോട്ട് ആരെ വിളിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അലീന എവിടെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ പരിങ്ങലോടെയാണ് കേട്ടോ പറയുന്നത് മുത്തശ്ശി. അവള് പോയല്ലോ, എന്നിട്ട് എന്നോട് അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. നീ രാവിലെ വന്നിട്ട്
അവളോട് പോകാൻ പറഞ്ഞിട്ട് അവള് പോയില്ലല്ലോ. അതിനുശേഷം രാജീവനും ഹരിയും ഇവിടെ വന്നു എന്ന് പറയുമ്പോഴേക്കും മനു പറയും, എന്നിട്ട് അവളെ പിടിച്ചിറക്കി റോഡിലേക്ക് ഇറക്കി വിട്ടു അല്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, അതൊന്നും എനിക്കറിയത്തില്ല. മുത്തശ്ശിക്ക് അറിയത്തില്ല, കാണേണ്ടതൊന്നും കാണത്തില്ലല്ലോ. മുത്തശ്ശിക്ക് ഈ ഫോണെങ്കിലും അലീനയ്ക്ക് കൊടുത്തുവിടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മനു ഇത് എനിക്ക് വാങ്ങി തന്ന ഫോണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഫോണില്ലല്ലോ, മുത്തശ്ശിക്ക് അത് കൊടുത്തുവിടായിരുന്നില്ലേ, ഞാൻ വേറെ ഫോൺ വാങ്ങി തരില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ലടാ എന്ന് പറയുമ്പോൾ മനു പറയും, അല്ലേലും വേണ്ട കാര്യത്തിന് ഓർമ്മ വരില്ലല്ലോ. മുത്തശ്ശി ഇപ്പോൾ വിചാരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, അവളെ ഇറക്കി വിട്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനു ചോദിക്കും, അങ്കിൾ ഇപ്പോൾ ഉണ്ടോ ആ വീട്ടിൽ? ഇല്ല. കൃഷ്ണയോ? ഇല്ല. അതിനർത്ഥം എന്താന്ന് ചോദിക്കാൻ കേട്ടോ മനു. പ്രശ്നങ്ങളൊക്കെ കൂളായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ആകെ ഭയപ്പെടുന്നുണ്ടേ. ശരി മുത്തശ്ശി വെക്കുവാണേന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. പാടെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണെങ്കിൽ അരിഷ്ടം എടുത്തു കൊടുക്കുകയാണ് മുത്തശ്ശിക്ക്. അപ്പോൾ ബാലേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് ചോദിക്കാൻ കേട്ടോ മുത്തശ്ശി. ഇല്ല, എറണാകുളത്തിന് പോയിരിക്കും എന്ന് പറയുമ്പോൾ എറണാകുളത്ത് ആരെ കാണാൻ ചോദിക്കാട്ടോ മുത്തശ്ശി. അവളെ കാണാൻ, അവളെ വിളിച്ചോണ്ട് വരാനായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അവളെ വിളിച്ചോണ്ട് വരാൻ തന്നെ ആയിരിക്കും. വന്നാ നീ എന്ത് ചെയ്യടി എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ രണ്ടുപേരിൽ ഒരാളെ കാണൂ, ഒന്നുക അവൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, നീ ബാലേന്ദ്രനെ ധിക്കരിച്ചോണ്ടല്ലേ നീ നിന്റെ ആങ്ങളെയും വിളിച്ചിട്ട് ഇവിടെ നിന്ന് ആ പെൺകൊച്ചിനെ ഇറക്കി വിട്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആരാന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മകനാണെങ്കിലും ബാലേന്ദ്രൻ നോക്കുമ്പോൾ അത് പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ, അവൻ സ്വന്തം വീട്ടിൽ കയറി അവൻ പോവണ്ടെന്ന് ആവശ്യപ്പെട്ടിനെ പെണ്ണിനെ ഇറക്കി വിടുന്നത് നല്ലൊരു കാര്യമാണോടി എന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. നീ നിന്റെ മോളെ നോക്കടി എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത്, തിരികെ വന്നോളൂ എന്ന് പറയണേ. അവനും അവളും തിരികെ വന്നില്ലെങ്കിൽ നീ എന്തോ ചെയ്യൂ? ആകെ പരിഭ്രമാവാണ്. അത് തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പം നോക്കാന്ന് പറയണേ. അവനെ തിരിച്ചു വന്നില്ലെങ്കിൽ അവന് ജീവിക്കാനുള്ളതുണ്ട്, സ്വത്തുണ്ട്, ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ ആർക്ക് വേണം അതൊക്കെ, എനിക്ക് ജോലിയുണ്ട് സ്വത്തും ഉണ്ട് എന്ന് പറയാണ് വൈജട്ടോ. എന്നെ ആരും പാഠം പഠിപ്പിക്കാന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, പോകെ പോകെ മനസ്സിലായിക്കോളും, തലയിലെടുത്ത് അനുഭവിക്കാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോവാണ്. എന്നിട്ട് പറയും, അതെ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു ഭക്ഷണം കഴിക്കുന്നതാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ വൈജ രാജീവിനെ വിളിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കാൻ കേട്ടോ. ബാലേന്ദ്രൻ തിരിച്ചു വന്നോളുന്നേ, നീ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുമ്പോൾ കൃഷ്ണമോളും ഉണ്ടല്ലോ കൂടെ, അതാ എനിക്കൊരു പേടി എന്ന് പറയണേ. അപ്പോൾ സമാധാനമാക്കിയിട്ട് നമ്മുടെ രാജീവൻ കട്ട് ചെയ്യാണ് ഫോണ്. അതിനുശേഷം മനു പറയുന്നുണ്ട്, വൈജാൻറ്റിക്ക് അതൊന്നല്ല പേടി, അങ്കിളിന്റെയും കൃഷ്ണയുടെയും കൂടെ അലീന ഉണ്ടോ എന്നുള്ളതാണ് പേടി. അപ്പൊ കമല പറയും, ചിലപ്പോൾ അതായിരിക്കും എന്നങ്ങ് പറഞ്ഞത്. ഹരി പറയും, എന്റെ ഒരു ഊഹം ഞാൻ പറയട്ടെ, അങ്കിളെ അലീനയും കൊണ്ട് വാഗമണ്ണിലെ ഏതെങ്കിലും റിസോർട്ട് എടുത്ത് താമസിക്കുന്നുണ്ടാവും. അപ്പൊ തന്നെ മനുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. മനു ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം? അതാ മനുവേട്ട അതിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ് കൊച്ചച്ഛനോട്. ആ സമയത്ത് കൊച്ചച്ഛൻ പറയും, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളെയും കൂട്ടി പോയി കുറച്ച് അടിയൊക്കെ കൊടുത്ത് പിടിച്ചു വലിച്ച് കൊണ്ട് വീട്ടിലിടും എന്ന് പറയുമ്പോൾ മനു പറയും, ചങ്ങലയും കൂടെ ഇട്ടിട്ട് പൂട്ടിയിട്ടാൽ മതി, എങ്കിൽ പിന്നെ എങ്ങോട്ടും ഇറങ്ങി പോകത്തില്ലല്ലോ എന്നങ്ങ് പറയുന്നത് നമ്മുടെ കമല പറയുന്നുണ്ട്. അത് ശരിയാണ്, ചങ്ങല ഇട്ടാ എങ്ങോട്ടും ഇറങ്ങി പോകത്തില്ലല്ലോ തോന്നിയ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയും, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക എന്ന് പറയണേ. അത് നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാട്ടോ കമല. പിടിച്ചോണ്ട് വന്ന് ചങ്ങലക്കിടെ അങ്കിൾ എന്താ പട്ടിയോ പൂച്ചറ്റോ ആണോ എന്നിട്ട് ചോദിക്കും. അങ്കിൾ താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിൽ പോയി അടി ഉണ്ടാക്കാൻ അവിടുത്തെ അതോറിറ്റിക്കാർ സമ്മതിക്കും. എന്നിട്ട് കൊച്ചച്ഛനെ നോക്കിയിട്ട് കൊച്ചച്ഛൻ സിംഗപ്പൂരിലെ ജോലി മതിയാക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഇപ്പൊ തന്നെ ഒരു ക്രൈം ചെയ്തു, ഇനി റിട്ടേൺ ടിക്കറ്റ് സ്വാഹ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ രാജീവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനെ കുറിച്ച്. സ്ത്രീകളുടെ മേത്ത് അതിക്രമിച്ച് പിടിക്കുന്നത് അതൊരു കൊച്ചച്ച എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ തൊട്ടില്ലല്ലോ, ഞാൻ പിറകെ നിന്നതല്ലേ ഉള്ളൂ, ഇവരൊക്കെ കൂടിയല്ലേ അവളെ പിടിച്ച് വലിച്ചഴച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന ഒന്നും കംപ്ലൈന്റിന് പോയാൽ കൊച്ചച്ഛൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനു ഹരിയെ ചൂണ്ടിയിട്ട് പറയും, ഇവനുണ്ടല്ലോ ഈ അരി, അവനെതിരെ അലീനയും ബാലേന്ദ്രനങ്ങളും കംപ്ലൈന്റ് ചെയ്താൽ ഇവനും നാളെ ജയിലിലാന്ന് പറയുമ്പോൾ, അയ്യോ ഞാനൊന്നും ചെയ്തില്ല, അലീനയുടെ ദേഹത്ത് നിന്റെ കൈ കൊള്ളാതെ അവള് നിന്റെ ചെകിട്ടത്ത് അടിക്കില്ലല്ലോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അത് ഉറപ്പാന്ന് പറയുമ്പോൾ കമല ഇങ്ങനെ നോക്കുക കേട്ടോ ഹരിയെ. അപ്പൊ തന്നെ ഹരി എണീറ്റ് പറയും, എനിക്ക് മതി, എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് മനു പറയുന്നുണ്ട്,
കൊച്ചച്ഛൻ പഴയ ചട്ടമ്പത്തര കയ്യിലെടുത്ത് അങ്കിളിന്റെ അടുത്തേക്ക് പോകുന്നത് അബദ്ധമാണെന്ന് ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു. എന്നിട്ട് ഇപ്പൊ കൊച്ചച്ഛൻ എന്താ ചെയ്തത് എന്നങ്ങ് പറയുമ്പോൾ കൊച്ചച്ഛൻ പറയും, എടാ എന്റെ പെങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞാനല്ലേ ഇടപെടേണ്ടത്? ഞങ്ങൾ 3 സഹോദരന്മാർക്ക് ഒരൊറ്റ സഹോദരിയാന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതേ കൊച്ചച്ഛൻ ചെയ്യാവൂ എന്ന് പറഞ്ഞു കൊടുക്കാനിട്ട് മനു. പിന്നീട് മനു ആരെയോ ഫോൺ വിളിക്കുന്നതോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ കേട്ടോ. നാളത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പ്രമോ വന്നത് അടിപൊളിയായിട്ടാണ്. കൃഷ്ണമോളോട് എല്ലാ കാര്യവും തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും നാളത്തെ. അപ്പോൾ റിവ്യൂ കേൾക്കാൻ മറക്കണ്ട. ബൈ.